ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. പതിവായി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജ ചെയ്തിട്ടും നടക്കുന്നില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കും. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പ്രപഞ്ചശക്തി, ദൈവമെന്ന് വിളിക്കപ്പെടുന്ന പ്രപഞ്ചശക്തി അപാര ശക്തിയാണ്, ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം 100% കിട്ടും. എങ്ങനെയെന്നല്ലേ? നിങ്ങൾ ആദ്യം മനസ്സിലൊരു കാര്യം മനസ്സിലങ്ങ് ഉദ്ദേശിക്കുക. ഒരു ഒറ്റ കാര്യം, ഒരു കാര്യം, ആ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉദ്ദേശിക്കുക കേട്ടോ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക്, അതായത് വീടിനടുത്ത് എവിടെയെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വേറെ ഭദ്രകാളി ക്ഷേത്രം ഭയങ്കര ഫേമസായ അങ്ങനെ ഒന്നും ഒരു നിർബന്ധവുമില്ല. ഒരു ചെറിയ ക്ഷേത്രമാണ്, ഒരു കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും ഭദ്രകാളി ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടോ? ദുർഗാക്ഷേത്രമല്ല കേട്ടോ, ദേവീക്ഷേത്രമല്ല, ഭദ്രകാളി. ആ ക്ഷേത്രത്തിന് സങ്കല്പം ചെയ്യുക. അവിടുത്തെ ശക്തിയെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ 6 നാണയത്തൊട്ട്, ഏതെങ്കിലും 6 നാണയത്തൊട്ട് കഴുകിയെടുക്കുക. എന്നിട്ടത് 7 തുളസി ഇല, കൃഷ്ണ തുളസി ഇല 7 എണ്ണം എടുത്ത് ആ 7 എണ്ണം തുളസി ഇലയും 6 നാണയത്തൊട്ടും കൂടെ ചേർത്ത് നിങ്ങളുടെ വലത് കൈപ്പത്തിയുടെ ഉള്ളിൽ വെച്ച് ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കണം. എന്നിട്ട് ആ ദേവിയെ മനസ്സിൽ വിചാരിക്കണം. നിങ്ങളുടെ പേരും നക്ഷത്രവും ആദ്യം പറയുക. പേര് നക്ഷത്രം ആദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ക്ഷമ പറയുക. അതായത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ദേവി എന്നാദ്യം പറയുക. അതൊരു ക്ഷമയാണ്, പ്രായശ്ചിത്തമാണ്. അപ്പോൾ നിങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചിതയായി. എന്നിട്ട് നിങ്ങൾ പറയുക, എനിക്ക് ഇന്നൊരു കാര്യമുണ്ട് സാധിക്കാനായിട്ട്, എൻ്റെ ഒരു ആവശ്യമുണ്ട്, അതെനിക്ക് നടപ്പിലാക്കി തരണമേ എന്ന് ദേവിയോട് പറയുക. അപ്പോൾ ഈ പറയുന്ന സമയത്തല്ല ഈ നാണയത്തൊട്ട് ഇങ്ങനെ അടച്ചു പിടിക്കണം. നമ്മൾ വലത് കൈക്കുള്ളിൽ നാണയത്തൊട്ട് വെച്ച് ഇടത് കണ്ണ് അടച്ചിരിക്കണം. അങ്ങനെ തന്നെ വെച്ചിരിക്കണം. കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കരുത്, കണ്ണ് അടച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്താ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ കാര്യം പറയുന്നത് പറഞ്ഞാൽ അതിൽ ഗൗരവമുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. കണ്ണടച്ചിരുന്ന്, അതിന് ഇപ്പം പൂജാമുറിക്കകത്തിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ശുദ്ധമായ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് വീടിനകത്തോ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾക്ക് നല്ല വൃത്തിയുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തറയിലോ കസേരയിലോ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ കണ്ണടച്ചിരുന്നിട്ട് ഇതേപോലെ കണ്ണ് തുറക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാര്യം, ദേവി എനിക്ക് ഈ കാര്യം സാധിച്ചു തരണമേ, ഞാൻ ഇന്ന കാര്യം ആഗ്രഹിക്കുന്നു, എനിക്ക് നടപ്പിലാക്കി തരണമേ, എന്നെ സഹായിക്കണമേ എന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഇനി പ്രാർത്ഥനാ സമയം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകിൽ രാവിലെ 6 മണിക്ക് മുമ്പ് പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ വൈകുന്നേരം 7-നും 8-നും ഇടയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ സമയത്ത് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയം, ഇപ്പം ഉദാഹരണം നിങ്ങൾ 7:45 പ്രാർത്ഥിക്കാനിരിക്കുന്നത് രാത്രി, നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങി 8 മണിക്ക് ശേഷമാണ് പ്രാർത്ഥന തീരുന്നത്, അത് പ്രശ്നമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷണത്തിനായിട്ട് ഇത് നിങ്ങൾ ചെയ്യരുത്, ഒരിക്കലും ഫലിക്കില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടും ദൈവത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരിപൂർണമായും വിശ്വസിച്ച് ആ ശക്തി നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. 100% സത്യമാണ്. പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണടച്ചിരുന്ന് ഇതേപോലെ ഇങ്ങനെ കണ്ണടച്ചിരിങ്ങനെ പ്രാർത്ഥിക്കുക, ദേവി എനിക്ക് ആ കാര്യം നടപ്പിലാക്കി തരണമേ,
എന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അത് ഒരു ഡപ്പയിൽ, ഒരു ചെറിയ ഡപ്പയിലോ കവറിലോ വൃത്തിയുള്ള ഏതെങ്കിലും ഒന്നിൽ സൂക്ഷിച്ച് വയ്ക്കുക. ആ ഇലയോട് കൂടി തന്നെ വയ്ക്കുക. ഒരു ദിവസം പ്രാർത്ഥിച്ചു. ഇങ്ങനെ ചേർത്ത് കൊണ്ട് നിങ്ങൾ 6 ദിവസം പ്രാർത്ഥിക്കണം. ചേർത്ത് കൊണ്ട് 6 ദിവസം മുടങ്ങരുത്, മുടങ്ങിപ്പോകാൻ പാടില്ല. ഓരോ ദിവസവും ഓരോ 6 നാണയത്തുട്ടുകളും 7 തുളസിയില എടുക്കണം. ആദ്യ ദിവസം എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ. 2-ാം ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും പ്രായശ്ചിത്തം ഒന്നും പറയേണ്ട. നിങ്ങൾ ദേവിയോട് നേരിട്ട് ഈ കാര്യം, നിങ്ങൾ ആദ്യ ദിവസം പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം ബാക്കി 6 ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ഇനി 6 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച് തീർന്നു. അപ്പോൾ ഈ ഡപ്പിക്കകത്ത് ഈ നാണയത്തുട്ടുകളെല്ലാം ഇട്ട് വയ്ക്കുക. ഓരോ ദിവസവും ഓരോ 6 നാണയത്തുട്ടാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ച് തീർന്നതിന് ശേഷം പ്രാർത്ഥന എന്നാണോ അവസാനിക്കുന്നത് അന്ന് മുതൽ 6 ദിവസത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ വഞ്ചിയിൽ സമർപ്പിക്കണം. ഇനി വഞ്ചിയിൽ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വഞ്ചി എന്ന് പറഞ്ഞാൽ കാണിക്ക വഞ്ചിയില്ലേ, അതാണ്. അതെങ്ങനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 3 നാണയത്തുട്ടുകളും ഏതെങ്കിലും കുറച്ച് തുളസിയിലകൾ എടുത്തിട്ട് ഗണപതി ഭഗവാന്റെ മുന്നിലിരിക്കുന്ന വഞ്ചിയിൽ സമർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പീഠങ്ങളിലിരിപ്പുണ്ട്, ഓരോ ഉപപീഠങ്ങളിലിരിപ്പുണ്ട്. ആ പീഠത്തിലെല്ലാത്തിലും ഓരോ നാണയത്തുട്ടുകൾ വീതം സമർപ്പിക്കുക. ബാക്കി വരുന്ന നാണയത്തൊട്ടും ആ തുളസിയിലെല്ലാം കൂടെ ചേർത്തിട്ട് ദേവിയുടെ നേരെ ഇരിക്കുന്ന വഞ്ചിക്കകത്ത് സമർപ്പിക്കുക. കാണിക്ക വഞ്ചിയിൽ കേട്ടോ. അപ്പോഴും നിങ്ങൾ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമെന്ന് മാത്രം എല്ലായിടത്തും പറഞ്ഞ് വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളിടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിട്ടതിന് ശേഷം ഒന്നുകിൽ നിങ്ങളുടെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ്, അതായത് 6 ദിവസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന സത്യമാണ്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടും പരിപൂർണ്ണ വിശ്വാസം കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ദേവി കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 6 ദിവസം പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ അനുഭവം കിട്ടും. ഇല്ല എങ്കിൽ നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം വരും ദിനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം കിട്ടിയിരിക്കും. ഒരു സംശയം വേണ്ട. ഏത് കാര്യമായിരുന്നില്ല, പക്ഷേ ഒരു ഒറ്റ കാര്യം ആവശ്യപ്പെടാവും. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉറപ്പായിട്ട് നടക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതും, നിങ്ങൾക്കിപ്പം ഒരു കാര്യം സാധിക്കണം, നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നു. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒന്ന് ആവശ്യപ്പെടണം. ആദ്യം ഒരു കാര്യം അവിടെ ആവശ്യപ്പെടണം. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പോകരുത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ധനമുണ്ടാവണം, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണം എങ്കിൽ ഗണപതി ഭഗവാന്റെ ക്ഷേത്രം തനിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഗണപതി ഭഗവാനും വിഷ്ണു ഭഗവാനും ഒരുമിച്ചിട്ടുള്ള ക്ഷേത്രമുണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് ഗണപതി ഭഗവാന് ഒരു തേങ്ങയോ അല്ലെങ്കിൽ 3 നാണയത്തൊട്ടോ അല്ലെങ്കിൽ 13 മുക്കുറ്റിയോ അല്ല എങ്കിൽ മാല എടുക്കരുത്, കറുക ഒടിച്ചെടുക്കണം. അത് 13 എണ്ണം അങ്ങനെ കൊണ്ട് സമർപ്പിക്കുകയോ ചെയ്യുക. അത് ചെയ്യേണ്ടത് 3 മാസമായിരിക്കണം. മാസത്തിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച. ഇനി ഗണപതി ഭഗവാനും വിഷ്ണു ഭഗവാനും ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ വ്യാഴാഴ്ച പോയാൽ മതി. അപ്പോൾ മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോവുക. അങ്ങനെ 3 വ്യാഴാഴ്ചകളിൽ പോകണം. അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്ന ഭഗവാന് ഇത് സമർപ്പിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് സമർപ്പിക്കുക. വിഷ്ണു ഭഗവാന് നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണ തുളസി ഇല ഉണ്ടെങ്കിൽ ആ കൃഷ്ണ തുളസി നിങ്ങൾ വൃത്തിയുള്ളത് നോക്കി അത് ഒടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇറുത്തെടുക്കുക. പക്ഷെ മാല കെട്ടണ്ട, ഒരു പിടി കെട്ടുക. പിടി എന്ന് പറഞ്ഞാൽ 7 കൊന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ തുളസിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു 5-6 ഇല വരുന്ന ഭാഗമുണ്ടല്ലോ, അതിന് ഒടിച്ചെടുക്കണം. അങ്ങനെ 7 കൊന്തെന്ന് പറയുന്നത്. ആ കൊന്ത് 7 എണ്ണം എടുക്കണം. 7 എണ്ണം എടുത്ത് ചേർത്ത് വെച്ച് കെട്ടി കൊണ്ടുകൊടുക്കണം. മാലയായിട്ട് കെട്ടണ്ട, അത് സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ 3 മാസം അത് കൃത്യമായിട്ട് മുടങ്ങാണ്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം 7 മാസം എടുത്താലും 3 മാസം എടുത്താലും നല്ലതാണ്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സ്വീകരിക്കണം അത്. ഇപ്പം 3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ അല്ലെങ്കിൽ 7 മാസമോ ഈ 3 മാസങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കണം. 3 മാസം ഞാൻ ഇപ്രകാരം ചെയ്തു കൊള്ളാം, എനിക്ക് കാര്യം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ 3 മാസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 3 മാസം, 4 ആണെങ്കിൽ 4, അല്ലെങ്കിൽ 7 എങ്കിൽ 7. അപ്പോൾ 7 മാസം കൃത്യമായിട്ട് പോവുക, അല്ലെങ്കിൽ 3 മാസം കൃത്യമായിട്ട് പോവുക. മാസത്തിൽ 1 പ്രാവശ്യം.
അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യവും അവിടെ സാധിക്കും. ഇങ്ങനെയാണ് നടത്തേണ്ടത്. അല്ലാതെ നിത്യവും നമ്മൾ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ നിത്യവും പോയിക്കൊണ്ടിരുന്നാൽ പരീക്ഷണം കൂടും. ഒരിക്കലും അങ്ങനെ നിത്യവും നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങനെ പോയി നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ ചിലർ പറയുന്നത് കേട്ടില്ലേ, ഞാൻ നിത്യവും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, മുടങ്ങാതെ ഞാൻ രാവിലെ വൈകുന്നേരം പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് സങ്കടങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല, ഓരോ ദിവസവും ഞാൻ പരീക്ഷണത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ എന്താണെന്ന് അറിയത്തില്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. പരീക്ഷണമാണത്, ഭഗവാൻ പരീക്ഷിക്കും. നിൻ്റെ വിശ്വാസവും നിൻ്റെ ഭക്തി എത്രയാണെന്ന് പരീക്ഷിക്കും. അതിൻ്റെ ഒരു കഥ തന്നെ കുചേലനെ പരീക്ഷിക്കുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. തരും, ഭഗവാൻ തരാതിരിക്കത്തില്ല, ഒരുപാട് നാൾ നമ്മൾ പരീക്ഷിക്കും. അങ്ങനെ അതാണ് പറയുന്നത്, ഭഗവാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ നമ്മൾ പരീക്ഷണത്തിൽ എടുക്കരുത്. നമുക്ക് പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഭഗവാനെ കാണണം തോന്നിട്ട് പോവുക, തൊഴുക, അനുഗ്രഹം മേടിക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്തു നോക്കി, ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.